ആ അതേ ഇവൻ 2 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണം, എന്താ ഭക്ഷണം കഴിക്കണില്ല. പിന്നെ ഇന്ന് രാവിലെ ഒന്ന് വോമിറ്റ് ചെയ്തു, ഒരു മഞ്ഞ പതയായിട്ട് വോമിറ്റ് ചെയ്തു. സാധാരണ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നതല്ലേ, എന്താണെന്നറിയില്ല. അപ്പോൾ അവന് എന്തോ ഒരു വയ്യായി ഉണ്ട്. ആൾ ഉഷാറാണ്, പക്ഷേ എന്തോ ഭക്ഷണം കഴിക്കുന്നില്ല. ഏയ് ഡോക്ടറെ അടുത്തൊന്നും കൊണ്ടുപോകണ്ട, അതിനുള്ള മരുന്നൊക്കെ നമ്മുടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോകണേ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സന്തോഷ് പാലക്കാട്. നിങ്ങൾക്ക് പലർക്കും ഈ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അതായത് ഡോഗ്സ് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഡോഗ് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതെ ആവുക, മഞ്ഞ പത പോലെ വോമിറ്റ് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു നാട്ടുമരുന്ന് പറഞ്ഞുതരാം, വീട്ടിലുള്ള മരുന്ന് പറഞ്ഞുതരാം. അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഡോഗ് ഇതുപോലെ ഉഷാറായിട്ടിരിക്കുന്നു, ഭക്ഷണം കഴിക്കണില്ല, പക്ഷേ ആൾ ഉഷാറാണെങ്കിൽ മാത്രം പരീക്ഷിക്കാവുന്നതാണ്. ഡിസ്ക്ലെയിമറായിട്ട് പറയുകയാണ്, ആൾ ഭയങ്കര വീക്കാണ്, ഒരു ഭാഗത്ത് നിന്ന് എണീക്കണില്ല, മഞ്ഞ പതയ്ക്ക് പകരം കറുത്ത വെള്ളം അല്ലെങ്കിൽ ബ്ലഡ് വോമിറ്റ് ചെയ്യുക, ലൂസ് മോഷൻ ആവുക, ഇങ്ങനത്തെ കേസുകളൊന്നും ഈ വീട്ടുമരുന്നും നാട്ടുമരുന്നും ഒന്നും പരീക്ഷിക്കാൻ നിൽക്കരുത്. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു കേസിന് നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു മരുന്നാണ്. മരുന്ന് ഞാൻ പറഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 3 സ്പൂൺ തൈര്. എന്നുവെച്ചാൽ ഒരു കവിള് കൊള്ളാവുന്ന തൈര് അത്രേ വേണ്ടൂ കേട്ടോ. 3 സ്പൂൺ തൈര്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. അതായത് ഒരു 30 കിലോ വെയിറ്റുള്ള ഡോഗിനൊക്കെ ആണെങ്കിൽ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതൊന്ന് നല്ലപോലെ നമ്മൾ ഇളക്കണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഒന്ന് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ പാല് പിരിയുന്ന പോലെ പിരിയും, കുഴപ്പമില്ല. ആ പിരിഞ്ഞ പാലിലേക്ക് അല്ലെങ്കിൽ ആ തൈരിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, അഷ്ടചൂർണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോട്ടയ്ക്കൽ ഐറ്റശാലയിലൊക്കെ പോയാൽ കിട്ടും. അഷ്ടചൂർണം, അത് ചെറിയ വിലയുള്ളൂ സാധനത്തിന്, 90 രൂപ എന്തോളം ഒരു പെട്ടി, അത് വാങ്ങി വെച്ചോളൂ. ഈ അഷ്ടചൂർണം നമ്മൾ ഒരു 30 കിലോ വെയിറ്റുള്ള ഡോഗിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇത്രയും അളവ്, ഒരു ചെറിയ സ്പൂണിൽ 1/4 ഭാഗം അഷ്ടചൂർണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കിയിട്ട് അതങ്ങോട്ട് നമുക്ക് വായിൽ ഒഴിച്ചു കൊടുക്കാം ഡോഗിൻ്റെ കേട്ടോ. നമ്മൾ ആ പ്രിപ്പയർ ചെയ്ത മരുന്ന് ഇവന് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഡോഗിനെ എപ്പോഴും ഈ സൈഡിലാണ്ട് പിടിച്ച വായ തുറന്നത്, അങ്ങനെയാണ് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത് കേട്ടോ. ആൾ കഴിച്ചു, എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഊതിയ മരുന്ന് അങ്ങോട്ട് അകത്ത് പോകും. ഇങ്ങനെയാണ് നമ്മൾ ഡോഗ്സിന് മരുന്ന് കൊടുക്കുക. ഇപ്പോൾ ഇത് ഉച്ചനേരമാണ്. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തേക്ക് അധികം ഫുഡ് കൊടുക്കാതിരിക്കുക. നാളെ രാവിലേക്ക് ഭക്ഷണം കൊടുക്കുക. കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആൾ ക്ലിയറായി എന്നർത്ഥം. അപ്പോൾ രാവിലെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. സാധാരണ ഭക്ഷണം കൊടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അവന്. ഇപ്പോൾ നമ്മൾ കുറച്ച് തൈരും പാലും കൂടെ മിക്സ് ചെയ്തതും അതിലേക്ക് കുറച്ച് ഡോഗ് ഫുഡ്, അവന് ഇഷ്ടപ്പെട്ട ഡോഗ് ഫുഡ് നമ്മൾ അതിൽ കുതിർത്തിയിട്ടുണ്ട്. ഇത് എങ്ങനെ കൊടുത്ത് നോക്കാം നമുക്ക്, അവൻ കഴിക്കുന്നുണ്ടോ, എന്താ റെസ്പോൺസ് എന്നുള്ളത് നമുക്ക് നോക്കാം. കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് എഫക്റ്റ് ആയി എന്നുള്ളതാണ്. വരും നോക്കാം. അവൻ അത്യാവശ്യം സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ അവൻ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യും. അവന് വേണമെന്നുള്ളൊരു ഫീലിങ്ങിലാണ് കാഴ്ചയിൽ. നമുക്ക് നോക്കാം. നോ സ്റ്റേ. ആൾ ഓക്കെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫുഡ് കഴിക്കില്ല. നല്ല രീതിയിൽ ആ കഴിക്കുന്ന രീതി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആൾക്ക് നല്ലോണം വിശന്നിട്ടുണ്ട്. അതിനർത്ഥം അവൻ്റെ വയറിലെ കംപ്ലൈൻ്റ് എല്ലാം മാറി എന്നുള്ളത് തന്നെയാണ്. നല്ല രീതിക്ക് കഴിക്കുന്നുണ്ട്. കണ്ടോ, ആ കഴിക്കുന്ന ഒരു ആക്രാന്തം, അതായത് വയറ് കാളുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സ്റ്റേജിലാണ് ഇത്ര ആർത്തിയോടെ ഡോഗ്സ് കഴിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത പോർഷൻ നല്ല രീതിയിൽ ആൾ കഴിച്ചു. ആ ആക്രാന്തത്തോടെ കഴിച്ചുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ പോർഷൻ കൊടുക്കുകയാണ്. അതും നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും വയറ് കംപ്ലൈൻ്റ് ആയി മാറി ക്ലിയർ ആയ ശേഷം ഒരുപാട് ഫുഡ് ഒരുമിച്ച് കൊടുക്കരുത്. കഴിക്കുന്നത് നോക്കി ഒരു അര വയറേ കൊടുക്കാവൂ. അടുത്ത പ്രാവശ്യം പിറ്റേ ദിവസം മുതൽ നമുക്ക് നോർമൽ ഫുഡ് പോർഷൻസ് കൊടുക്കാം. Good boy. Good boy.